കുറെ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ ഗണുസുതി. പിന്നെ സ്ഥിരം കളിയുണ്ടല്ലോ, ഡാൻസ് കളിയുണ്ട്, പിന്നെ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. സ്ഥിരം കളിയാണ്. രക്ഷയില്ലപ്പാ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കളികളുകൊണ്ടാണ് ഞാൻ പോകാത്ത. സ്ഥിരം കളിയാണ്. നിങ്ങൾ വാട്ടോ. നമുക്ക് എല്ലാവർക്കും നമസ്കാരം. രേണുസുതി വിഷയത്തില് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ രണാസുനയുടെ ഈ ഒരു തട്ട്. അതായത് ഈ കുന്തളിപ്പും ഈ അഹങ്കാരം എല്ലാം അവിടെ അങ്ങ് തീരും അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ഇപ്പോഴും വാ തുറക്കാതിരിക്കുന്നു. എന്നാൽ റീസൺലി കിച്ചു വാ തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് കാര്യങ്ങൾ അവിടെയും ഇവിടെയുമായിട്ടും സൂചിപ്പിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബുദ്ധിയുള്ളവന് ഇപ്പോഴും തലയ്ക്കകത്ത് തീട്ടം നിറഞ്ഞിരിക്കുന്ന രേണു അന്തം ഫാൻസിന് അത് മനസ്സിലാവത്തില്ല. ഇവിടെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതിന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉത്തരം കിട്ടും. ഈ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ കിച്ചുമോനെ ഇപ്പൊ വിളിച്ചോളൂ, ഇതാ കണ്ടോ, ഇതാ കിച്ചുവിനെ ഞാൻ എന്താ വിളിച്ചു, എന്തമ്മാ ഈ ഒരു സെറ്റപ്പ് സാധനം, ക്രിയേറ്റഡ് സാധനം ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാക്കിക്കൊണ്ട് രേണു കളിക്കുന്ന നാടകം, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ അങ്ങ് ദുബായിൽ കിടക്കയില്ലേ, ദുബായിൽ കിടക്കുന്നത് നമുക്കൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് കിച്ചുവിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. കിച്ചു ഒരു 90% കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ബാക്കി 10% കൂടി ചേർത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. 100% കാര്യങ്ങൾ. അതുപോലെ ഡ്രഗിന്റെ കേസ്, കിച്ചു ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നവനാണ് എന്നുള്ളത് കിച്ചു തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തായാലും ബാക്കി 10% കൂടി ചേർത്ത് ഞാനിത് 100% ആക്കി തരാം. അതിനു മുന്നേ രണാസുനയുടെ ഐശ്വര്യമായിട്ട് ഒരു കുണച്ച വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇവിടെ സ്ഥിരം കളി ഉണ്ടോ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പോയില്ലേ? ദുബായിൽ പോയിട്ട് 2-ാം തീയതി വരെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതെന്തുവാടെ 2-ാം തീയതി വരെ ഉദ്ഘാടനം? അത്രയ്ക്ക് ഉദ്ഘാടനം, ഓടി നടന്ന് ഉദ്ഘാടനം. ഒരു ചെമ്പരത്തി പൂവ് എടുക്കാൻ പോയതല്ലേ അത്, റെസ്റ്റോറന്റ് ബാർക്കം റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാനല്ലേ പോയത്. അതിനുശേഷം ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? 2-ാം തീയതി വരെ അവിടെ എന്നാ ഉദ്ഘാടനമാണ്? ബുദ്ധിയുള്ളവനെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്ത് ഉദ്ഘാടനമാണ് 2-ാം തീയതി വരെ അവിടെ നടക്കുന്നതെന്ന്. എന്നാൽ ഇവിടെ സ്ഥിരം കളി ഉണ്ടോ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പോയില്ലേ എന്ന് പറഞ്ഞ് ഒരാൾ ചോദിച്ചു. അതിന് രണാസുനയുടെ റിപ്ലൈ ഒന്ന് കാണാം. സ്ഥിരം കളിയുണ്ടല്ലോ, അതെനിക്കും തോന്നി അവിടെ സ്ഥിരം കളിയാണെന്ന്. ഇനി പറ, ഏതൊക്കെ കളി? ഡാൻസ് കളിയുണ്ട്, പിന്നെ ഡാൻസ് കളിയുണ്ട്, പിന്നെ ഓട്ടം തുള്ളലുണ്ട്. പറ, പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. അത്രയ്ക്ക് ആംബിയറാടെ. എന്തോന്നടേ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളി, അത്രയ്ക്ക് ആംബിയറാ. കണ്ട പറയൂല്ല, പക്ഷെ ഭയങ്കര ആംബിയറാണല്ലേ. സ്ഥിരം കളിയാണ്. സമ്മതിച്ച്, അതൊക്കെ രേണുവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. സ്ഥിരം കളിയാണ്. ഡാൻസ് കളിക്കാറുണ്ട്. സ്ഥിരം കളിയാണ്. രക്ഷയില്ലപ്പാ. രക്ഷയില്ലാത്ത കളി തന്നെ അല്ലേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നാടാ ഉവ്വേ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കളികളുകൊണ്ടാണ് ഞാൻ പോകാത്ത. സ്ഥിരം കളിയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല, കീറിപ്പോവും ഇങ്ങനെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. യാത് ഡാൻസ് കളിച്ച് കാല് കീറിപ്പോവും. അങ്ങനെ കളിക്കരുത് കേട്ടാ. കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കേ. ചുമ്മാ അല്ല 2-ാം തീയതി വരെ അവിടെ നിൽക്കുന്നത്. ഡാൻസ് കളി, ഭയങ്കര ഡാൻസ് കളി. നിങ്ങൾ വാട്ടോ. പിന്നെ നമുക്ക് ഇതല്ലേ പണി. ഇനി നിന്നെ ഒന്ന് ഡാൻസ് കളിക്കണം, നിന്റെ ഓഞ്ഞ ഡാൻസും കണ്ടോണ്ടിരിക്കാനല്ലേ പണി. എന്തായാലും നീ കളിക്കുന്ന ഡാൻസ് വേറെ ആരും കാണത്തില്ല. ആരുടെ മുന്നിലാണോ കളിക്കുന്നത് അവര് മാത്രമല്ലേ കാണത്തുള്ളൂ. നീ കളിച്ചോ, നമ്മളില്ലേ. ഇനി ഇതിനെ അവിടെ സൈഡിൽ നിന്ന് തട്ടിക്കള. കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ രേണാസുരൻ. പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ല, കുന്തളിപ്പം കാണിച്ചുകൊണ്ട് നടക്കുന്നു. റീസെന്റ് കിച്ചു ഇട്ടിട്ടുള്ള വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് സങ്കടം വന്നു കേട്ടോ. അവന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവനെ വിമർശിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിലിരിപ്പിനുള്ളത് അവന് കൊടുത്തതാണ്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എടാ പല നീ പറയാനുള്ളതൊക്കെ പറ, അവളാ കുന്തളിപ്പം അങ്ങ് തീരട്ട്, നീ വായും വെച്ച് പൂട്ടിക്കെട്ടി മുണ്ണക്കണക്കിന് ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോസിലും. അവസാനം അവൻ എനിക്കെതിരെ വന്ന് അടിച്ച്, അപ്പോൾ നാട്ടുകാരെല്ലാം കൂടി അവനിട്ട് അടിച്ച്, അവൻ്റെ 2 കൂട്ടുകാരന്മാരെയും വേട്ടാവളിയന്മാരെയും പിടിച്ചുകൊണ്ടിരുത്തി എനിക്കെതിരെ അവൻ വന്നിട്ട് ഒരു കൊണ വർത്താനം പറഞ്ഞു. നാട്ടുകാർക്ക് ആർക്കും പിടിച്ചില്ല. ആൾക്കാരെല്ലാം അവനെ തൂക്കി പറക്കി എടുത്തിട്ട് അലക്കി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കിച്ചുവിനെ പിന്നെ കാണുന്നത്. സീരിയസ്ലി കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. അവൻ്റെ അവസ്ഥ മനസ്സിലാവും, കാരണം ഒറ്റപ്പെടലൊരവസ്ഥ. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പാവം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അവനെ തെറി വിളിക്കുന്നവരൊക്കെ ഒന്ന് നിർത്തുക എന്നേ പറയാനുള്ളൂ. ഇനിയും കുന്തളിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് അലക്കാം. അല്ലാണ്ട് എനിക്കെന്തോ അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു മനുഷ്യപ്പറ്റി നമുക്ക് ഉള്ളിൽ തോന്നത്തില്ലേ, ആ ഒരു സാധനം ഫീൽ ചെയ്ത്. അവൻ്റെ ആ ഒരു അവസ്ഥ, അവൻ കടന്നുപോയ സിറ്റുവേഷൻസ്, അവൻ വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം അവൻ പറയുന്ന സമയത്ത് ഒരു അത്യാവശ്യം മനുഷ്യപ്പെട്ടുള്ളവനും സങ്കടം വരും.
അങ്ങനെ എനിക്ക് എന്തോ പോലെ ഒരു സങ്കടവും സഹതാപവും ഒക്കെ അവൻ്റെ അടുത്ത് തോന്നി. നമ്മുടെ ഒരു അനിയന്റെ ഫീല് തോന്നത്തില്ല ആ ഒരു സാധനം. അവൻ എനിക്കിട്ട് അന്ന് വീഡിയോ അടിച്ചപ്പോഴും ഞാനതാ മൈൻഡിൽ വിട്ടു. പക്ഷെ എൻ്റെ കൂട്ടുകാരന്മാർ രണ്ട് വേട്ടവളിയന്മാരുണ്ടായിരുന്നില്ല, അമ്മാരെനിക്ക് കണ്ടപ്പോഴേ ചൊറിഞ്ഞു വന്നതാണ്. അതങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ആശാൻ മുന്നോട്ട് വരുന്നത്. എന്തായാലും അവൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ രണാസുനെ ഇവൻ അറിയാണ്ട് അവൻ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണില്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമുക്കതെടുത്ത് കാണിക്കാതെ ഞാൻ പോകും. എന്തായാലും ഇവൻ എന്തായാലും പറയുന്ന ലൈഫ് സ്റ്റോറി കേൾക്കാം. 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ഷാലിനി എന്നാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവിടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് നോക്കിയിട്ടുണ്ട്. അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് അവിടെ പോകാനായിട്ട് എത്തുന്നു. ഞാൻ ഭയങ്കര കടിച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വെച്ചാൽ അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛനൊരു കൂട്ടാനുണ്ടായിരുന്നു, കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാണ് പോകുന്നത്. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് കണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പോയി. പക്ഷേ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിന്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരിരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല, അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞത്. കൂടുതലും ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്ന് അറിയത്തില്ല, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എന്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. യു ക്യാൻ കിച്ചു കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്ക് അതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് സ്കൂട്ടർ എടുത്തപ്പം അതിനകത്ത് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ എന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അതെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇതങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു. ഓർമ്മയുണ്ട്, സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല. എങ്ങനെ സംഭവം നീ നിനക്ക് അറിയാമെന്നുള്ളത് പോലെ പറഞ്ഞാൽ മതി. എനിക്ക് സത്യം പറയാലോ, വീഡിയോ കണ്ട സമയത്ത് വിഷമം വന്നു. ഒരു മകന്റെ അവസ്ഥ, അച്ഛൻ, അമ്മ, മകൻ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നും അവന്റെ സ്വന്തം അമ്മയായിട്ടുള്ള ശാലിനി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് പോകുന്നു. പിന്നെ അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു. അതിനുശേഷം വീണ എന്ന് പറഞ്ഞവരിന് 2ാം അമ്മ വരുന്നു. പിന്നെ അവർക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതാണ് അവനോട് പറഞ്ഞു വയ്ക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് രണാസുന. അത് വന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അതെന്തിന് സ്വന്തം ചോരയിലുള്ള മകനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെയാണ് ഇനി ഇവനെ. അങ്ങനെ മൊത്തത്തിൽ ഇവന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ ആകെ മൊത്തം ശോകമാണ്. അവന് ഏക ആശ്രയം അല്ലെങ്കിൽ ഏക കൂട്ടായിരുന്നത് അവന്റെ അപ്പനാണ്. അവന്റെ അപ്പനായിട്ടുള്ള കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പൊ സുധിയെ കുറിച്ചിട്ട് നമ്മളൊരു ടൈമിൽ നല്ല കാര്യങ്ങളൊന്നും അല്ല കേട്ടിട്ടുള്ള. ബാറിലൊക്കെ പോയിട്ട് പലരിൽ നിന്നും പൈസയൊക്കെ വാങ്ങി ഡൈപ്പിൾ കാണിക്കുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, വളരെ ഒരു മോശം സിറ്റുവേഷനിലാണ് ഈ കിച്ചു ഒരു മകനെന്ന നിലയ്ക്ക് അവന്റെ ബാല്യം കഴിച്ചു കൂട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു വളർത്തു ദോഷമാകാം, അങ്ങനെ കുറെ അവൻ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അവൻ തന്നെ പറയുന്നുണ്ട് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുറെ തൊലഞ്ഞു പോയത്. ഇപ്പോഴമ്മയെന്ന് പറഞ്ഞൊരു സാമാനം നടക്കുന്നില്ലേ രണാസുന, എവള് കാരണം ഈ പിള്ളേർക്ക് ഇപ്പൊ ചീത്തപ്പേരും കൂടിയാണ് കിട്ടുന്നത്. സീരിയസ്ലി എടാ കിച്ചു, നീ ഉള്ളത് തുറന്നു പറയടാ. അവളെ പറ്റിയിട്ട് നിനക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറ. നിന്നെ ജനങ്ങളെ മൊത്തം സപ്പോർട്ട് ചെയ്യും. നീ വാ തുറന്നാ തീരാവുന്നതേ ഉള്ളൂ രണാസുന എന്ന് പറയുന്ന ഈ പേട്ട മരത്തിന്റെ വീഴ്ച. മനസ്സിലായോ? എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നീ പറയും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പൊ തന്നെ നീ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയും പൊടിപ്പും തൊങ്ങലൊക്കെ ഇട്ട് നീ പറയുന്നുണ്ട്.
നീ കുരുപൊട്ടി പൊട്ടി ഒരു ദിവസം ഇതെല്ലാം വിളിച്ചു പറയും. ആ ദിവസത്തിനാണ് ഞാൻ വെയിറ്റിംഗ്. ഇതെല്ലാം ബാക്കി പറ. കുറെ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, രേണുസുതി രേണുസുതി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തിന്റെ ചിരിയാണ് കിച്ചുവിന്റെ മുഖത്തുള്ളത്. ഇത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ തീരുവാനാണ്. സീരിയസ്ലി അവനൊരു പുച്ഛത്തോടെ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും ചിരിച്ചും കൊണ്ടവൻ പറയുന്നുണ്ട്. എടാ കിച്ചു വാ തുറന്ന് പറയടാ, അവിടെ തീരത്തിട്ടാ. കാരണം ഇവള് കാരണം നിനക്കൊക്കെയും കൂടി നാണക്കേടാണ്. പ്രത്യേകിച്ച് ഋതപ്പൻ എന്ന് പറയുന്ന പയ്യൻ, അവനും വളരെയധികം നാണക്കേടാണ്. ഇതൊരു അമ്മയെന്ന നിലയിൽ ഇതിനെ അമ്മയെന്ന് പുറത്ത് കാണിക്കാനായിട്ട് നാണക്കേടിന്റെ അങ്ങേ അറ്റമാണ്. സീരിയസ്ലി വല്ലാത്തൊരവസ്ഥ. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. എന്റെ പൊന്നനിയാ, നീ ഇത് പറഞ്ഞതാണ് ഇന്ന് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. നിനക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. വേണ്ടച്ചാ വേണ്ടച്ചാ എന്ന് പറഞ്ഞാൽ പോരെന്നാ. അച്ഛനും നമ്മൾ മാത്രം മതി എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ ഈ കാണുന്ന അപരാധങ്ങളൊന്നും കാണേണ്ടയും സഹിക്കേണ്ടയും ഗതികേട് വരില്ലായിരുന്നു. ഇതിപ്പോ അവന്റെ പേരും പറഞ്ഞാണ്, ആരെ കൊല്ലം തുതിയുടെ പേരും പറഞ്ഞാണ് ആദ്യമായിട്ട് കച്ചാട്ടി ഇറങ്ങിയത്. ഇപ്പം കാണിക്കുന്ന അപരാധങ്ങളൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും പിടിച്ചാൽ കിട്ടുമോ? ഓഹ് വാ, തീ അയറ്റുമെന്നേ ഞാൻ പറയത്തുള്ളൂ. അന്ന് നീ ഇത് തടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ അപരാധം കാണേണ്ട ഗതികേട് നമ്മൾ മലയാളികൾക്ക് വരില്ലായിരുന്നു. സീരിയസ്ലി. അപ്പൊ അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വല്യമ്മയൊക്കെയായിട്ട് സംസാരിച്ച്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നതും കെട്ടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിനിടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെയുള്ള ഒരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും, എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക്. കോട്ടയത്തുള്ള എല്ലാവരുടെ സ്വഭാവം ഒരു മാറ്റം. ആരാണ് ഈ എല്ലാവരും? രേണുവിന്റെ ഫാമിലി, രേണുവിന്റെ അച്ഛൻ, രേണുവിന്റെ അമ്മ, രേണു, ഇതൊക്കെയാണ്. മനസ്സിലായോ? ഇവർക്ക് എല്ലാവർക്കും ഒരു മാറ്റം. അതാണ് അവൻ പറയുന്നത്. കോട്ടയത്തുള്ളവർ, കോട്ടയത്താരാ ഇവരൊക്കെയാണ് ഉള്ളത്. മനസ്സിലായോ? കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഈ രേണു വന്നിട്ട് രാമായണം പറയുമല്ലോ, കിച്ചു അയ്യോ ഞാൻ ഇപ്പൊ കുടിയെ വിളിച്ച് വെച്ചിട്ടോ എന്നൊക്കെ അങ്ങ് വന്നിട്ട് തള്ളി അങ്ങ് മറിക്കും. ആ കുടുംബത്തിലുള്ള ഒറ്റ എണ്ണത്തിന് അവൻ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ആര്? ഇവന്. കാരണം ഇവൻ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡർ അല്ലേ. സുധിയുടെ മകൻ എന്നല്ലേ ഉള്ളൂ. സുധിയുടെ മകൻ എന്ന് പറയുമ്പോൾ രേണുവിന്റെ മകനല്ലല്ലോ. രേണുവിന്റെ മകനായിരുന്നെങ്കിൽ വീണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. രേണുവിന്റെ മകനല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ ആർക്കും വേണ്ട. രേണുവിനും വേണ്ട, രേണുവിൻ്റെ അപ്പനും വേണ്ട, രേണുവിൻ്റെ അമ്മയ്ക്കും വേണ്ട, ആർക്കും വേണ്ട. തങ്കപ്പനും വേണ്ട, തങ്കച്ചിക്കും വേണ്ട, ആർക്കും വേണ്ട. അതുപോലെ രേണുവിൻ്റെ സഹോദരങ്ങൾക്കും ഒറ്റ മനുഷ്യന് വേണ്ട, അവനെ വേണ്ട. അത്ര തന്നെയാണ്. അത് നമുക്ക് സാമാന്യ ലോജിക്ക് വെച്ചിട്ട് ബുദ്ധി വെച്ചിട്ട് അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യം പിടി കിട്ടും. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ തൊലഞ്ഞു പോയെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കിച്ചു എത്തിയിട്ടുണ്ടെങ്കിൽ അവനെ വളർത്താനായിട്ട് ആരുമില്ലായിരുന്നു, പാരന്റിങ് ശരിയല്ലായിരുന്നു. അതൊക്കെ തന്നെയാണ് ഒരു റീസൺ. എന്നാൽ ഇന്ന് അവൻ ഈ സംസാരിക്കുന്നത് കാണുമ്പോൾ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അവൻ 2-3 പാട്ടൊക്കെ പാടി റീലൊക്കെ ഇട്ടിട്ടുണ്ട്. നിന്റെ മോനെ സീനാണ്, നീ വേറെ ലെവലാണ്. അതിലൊക്കെ നിനക്ക് നല്ല കഴിവുണ്ട്. നിനക്ക് ഉള്ള കഴിവ് നീ തിരിച്ചറിഞ്ഞ് നീ നിന്റെ കഴിവിനൊത്ത രീതിയിൽ മുന്നോട്ട് പോവുക. ഈ അപരാധി കൂട്ടങ്ങളുടെ ഇടയിൽ കിടന്ന് നീ ജീവിതം നശിപ്പിച്ച് കളയരുത്. ഇനി ഡ്രഗ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നിന്റെ ലൈഫ് നീ സെറ്റാക്കാൻ നോക്കും. എനിക്കതേ പറയാനുള്ളൂ കിച്ചു, കേട്ടാ. നിന്റെ അടുത്ത് എനിക്ക് ഒരു ദേഷ്യവുമില്ല. നീ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട് ഞാൻ നിനക്ക് തിരിച്ചിട്ട്, അല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യവുമില്ല നിന്റെ അടുത്ത്. നീ നന്നായി കണ്ട അത്രയും നല്ലത്. പിന്നെ ഞാനൊരു കാര്യം പറയാം,
കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല, കൂട്ടുകാരായാലും ഒരുത്തനായാലും ഒരു തേങ്ങയും കാണത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മൾ തന്നെ വഴി കണ്ടെത്തി രക്ഷപ്പെടണം കേട്ടോ. എനിക്കത് പറയണമെന്ന് തോന്നി. അതിപ്പോൾ ആരുടെ കേസിലായാലും കൂടെ ഒരുപാട് പേരൊക്കെ കാണും, പക്ഷേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വഴി കണ്ടെത്തണം കേട്ടോ മോനെ. അതെനിക്ക് പറയണമെന്ന് തോന്നി. എന്തായാലും ഇനിയെങ്കിലും ഈ അപരാധി മോളുടെയൊക്കെ ഇടയിൽ പോയി വീഴുന്ന നിന്റെ കരിയറും ജീവിതവും തൊലച്ചു കളയില്ല. നിനക്ക് നല്ല കഴിവുണ്ട്, നീ നല്ല പാടുന്നുണ്ട് മറ്റേ വേടൻ്റെ പാട്ടൊക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ നീ സെറ്റായിട്ട് ജീവിക്കാൻ നോക്ക് കേട്ടോ. ഈ കഴിപ്പണം കെട്ടതിൻ്റെ ഇടയിൽ കിടന്ന് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യില്ല. അതൊക്കെ തൊലഞ്ഞടാ. ഈ രേണു ആയാലും രേണുവിൻ്റെ ഫാമിലി അതൊക്കെ തൊലഞ്ഞ് നാറാണത്തായി. നീ ആ കൊച്ചു പയ്യനില്ലേ ഋതപ്പൻ, അവനെയും കൂടി എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നോക്ക്. അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കും, സ്കൂളിലൊക്കെ വിട്ട് അവന് നല്ലൊരു കരിയറൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ നോക്ക്. അല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പയ്യനും തൊലഞ്ഞെടുക്കും. ഉള്ള കാര്യമാണ് പറയുന്നത്, നശിച്ച് നാറാണത്താവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ പയ്യനെയും കൂടി എങ്ങനെയെങ്കിലും രക്ഷിച്ച് നീ രക്ഷപ്പെടാൻ നോക്ക്. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടുന്നാണ് എൻ്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് തന്നെ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് വരും പോവും. ഇടയ്ക്ക് ഋതപ്പം എല്ലാം റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടി എടുത്ത് കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പൻ ഉണ്ട് കേട്ടോ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നടക്കാൻ വേണ്ടി കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാകുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെ അന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന് പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ന്റെ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനായിട്ടാ കമ്പനി എടുത്തിനുള്ള. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ട്, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ കിച്ചു പറഞ്ഞ കാര്യം മനസ്സിലാക്കണമല്ലോ നിങ്ങൾക്ക്. അതായത് രേണുവിന്റെ വീട്ടിൽ കോട്ടയത്ത് താമസിക്കുന്ന സമയത്ത് അവന് ആകെ ആശ്വാസം, ആകെ കമ്പനി അവിടെ ഈ ഋതപ്പൻ മാത്രമായിരുന്നു. പിന്നെ അച്ഛൻ അങ്ങനെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ജോലിക്ക് പോകും, പിന്നെ തിരിച്ചു വരും, എപ്പോഴെങ്കിലും ഒക്കെ വരും. പക്ഷെ അവൻ എത്രയും നാള് റൂമിലായിരുന്നു, റൂമിൽ അകത്ത് മാത്രമായിരുന്നു, കമ്പ്യൂട്ടറുമായിരുന്നു അവൻ്റെ ലൈഫ്, ഗെയിമുകൾ, അതൊക്കെ ആയിരുന്നു ലൈഫ്. അതിൻ്റെ ഇടയ്ക്ക് ഋതപ്പൻ മാത്രമാണ് അവനൊരു കമ്പനി. അല്ലാണ്ട് വീട്ടിൽ രേണുവിൻ്റെ അപ്പനോ അമ്മയോ രേണുവോ അല്ലെങ്കിൽ രേണുവിൻ്റെ സഹോദരിയോ അളിയനോ ആരും മിണ്ടത്തില്ല അവൻ്റെ അടുത്ത്. ഒരൊറ്റ മനുഷ്യൻ മിണ്ടത്തില്ല. എന്തടാ കൂട്ടാന്ന് പോലും ചോദിക്കത്തില്ല. എന്തിന്? കൊറോണ സമയത്ത് ഈ സുധി എന്ന് പറയുന്ന ഒറ്റ ആൾ കൊണ്ടുവരുന്ന പൈസ, അത് നേർവഴിയാണോ ഏത് വഴിയാണോ കൊണ്ടുവരുന്ന പൈസയിലാണ് രേണുവിൻ്റെ സഹോദരി അടക്കം ജീവിച്ചിരുന്നതെന്നാണ് ഇവൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ അടക്കമാണ് പുറത്തു വരുന്നത്. നാണമില്ല നിനക്കൊക്കെ? നീയൊക്കെ അന്ന് സ്റ്റേഷനിൽ കെട്ടിയെടുത്തോണ്ട് വന്നല്ല എഴുന്നള്ളിച്ച്. കഷ്ടം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നിട്ട് കണ കുണ എന്നിട്ട് ഞാൻ ചോറിഞ്ഞ് പറഞ്ഞ് കേട്ടപ്പോ പയ്യന്റെ അവസ്ഥ കണ്ട. ചോദിക്കാനും പറയാനും ഒരു പട്ടിക്കുഞ്ഞില്ല, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ജീവിതം നശിച്ച് നാറാണത്തായി. ഇനി അവൻ കയറി വരണം. അവൻ വരും. അവന് നല്ലൊരു ടാലന്റ് ഉണ്ട്. അവൻ്റെ ആ റീൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാടാനുള്ള കഴിവ്. അവൻ കയറി വരട്ടെ. എടാ, നിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ജനങ്ങളെ പൊറുക്കും. നീ സങ്കടപ്പെടാതെ മുന്നോട്ട് കയറുക. എനിക്കതേ പറയാനുള്ളൂ. നിന്റെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നീ ചെയ്തു കൂട്ടിയിട്ടുള്ള കുറേ പാവങ്ങളും തെറ്റുകളും ഉണ്ട്. അത് നീ തിരുത്തണം. തിരുത്തി, ചെറു പ്രായമാണ്, ഇളം പ്രായമാണ്, നീ ഒരിടത്തും എത്തിയിട്ടില്ല,
ഒന്നും ആയിട്ടുമില്ല. നിനക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. തെറ്റും കാര്യങ്ങളും ചെയ്ത തെറ്റുകളും പാപങ്ങളും എല്ലാം മറന്ന് നീ ലൈഫിൽ മുന്നോട്ട് നല്ലോണം ജീവിക്കാൻ നോക്ക്. ഇവളുടെയൊക്കെ മുന്നിൽ നല്ലോണം ജീവിക്കും. നിന്നെ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നീ പേര് പറയാതെ തന്നെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ പറഞ്ഞു വെക്കുകയാണ്. ആകെ കമ്പനി ഋതപ്പനായിരുന്നു, അവനെ മാത്രം മടി പിടിച്ചിട്ട് കീബോർഡ് കൊടുക്കുമായിരുന്നു. ഇത് മാത്രം നിന്റെ വായിന്ന് വീഴുമ്പോൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്നും അവർക്ക് നീ ആരാണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം രണാസുന, നിന്റെ പട്ടി ഷോ ഒക്കെ അവിടെ തീർന്ന്. അയ്യോ കിച്ചു എൻ്റെ മോയ്, നിന്റെ വായിലും എല്ലാം വരും. അതിലെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യടാന്ന് പലരും പറയാറുണ്ട്. അയ്യ ഓക്കെ, അതുകൊണ്ട് മാത്രം ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്നത്. അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്നത്, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കേട്ടോ, കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മ അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടിൽ ഞാൻ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ച് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. എടാ ഞാനൊരു കാര്യം പറയാം, ഡ്രഗ്സിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. ആ വൃത്തിയിട്ട് 2 വേട്ടാളയന്മാരില്ല കൂട്ടുകാരന്മാർ, അവന്മാർ കാരണം നിന്റെ ജീവിതം തൊലയാൻ നോക്കിയോ. അത്രയും കഴിപ്പണം കേട്ട 2 എണ്ണമാണ് അവന്മാർ. എന്തോ വലിയ സംഭവം എന്നുള്ള വിചാരം കൊണ്ട് വരുന്ന 2 പോങ്ങന്മാരാണ് അവന്മാർ. ഞാൻ ഉള്ള കാര്യം ഇപ്പോഴും പറയാം. അവിടെ അത് വിട്. നീ ഡ്രഗ്സിന്റെ കേസ് നീ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മുന്നേ അറിയാം. ഞാൻ പലവട്ടം എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്നും സൂചിപ്പിച്ചിട്ടില്ല, ദൂരെ കൂടി അല്ലാണ്ട്. പക്ഷെ ഇന്ന് നീ അത് തുറന്ന് പറഞ്ഞു. തെറ്റാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണ് നീ ചെയ്തിട്ടുള്ള, നിന്റെ പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ ചെയ്തിട്ടുള്ള തെറ്റാണ്. പക്ഷെ ഇനി നീ ഉപയോഗിച്ചാൽ അത് അത്രയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ല അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ഇനി നീ ഉപയോഗിക്കരുത്. കാരണം നിന്റെ ഈ വീഡിയോ കണ്ട സമയത്ത് നീ ചെയ്തിട്ടുള്ള തെറ്റുകളും എല്ലാം നീ റിയലൈസ് ചെയ്തിട്ടാണ് നീ സംസാരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ലൊരു കഴിവുണ്ട്. അത് വെച്ചിട്ട് നീ മുന്നോട്ട് അടിപൊളിയായിട്ട് അവസരങ്ങൾ തേടും. അല്ലാണ്ട് ഡ്രഗ്സും കാര്യങ്ങളും ഉപയോഗിച്ച് വെള്ളം അടിച്ച് നടന്ന് സിഗരറ്റും വലിച്ച് നടന്ന് നിന്റെ ജീവിതം നീ തുലയ്ക്കരുത്. മറ്റു പല ലഹരികളും ഉപയോഗിച്ച് നിന്റെ ജീവിതം നീ തുലയ്ക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ചിലപ്പോൾ കുറേ പേര് എന്നെ ഇപ്പോൾ പറയും, അവൻ അഴുക്കപ്പാലാടാ, നീ അവനെ ഉപദേശിക്കാൻ നിൽക്കുക. ഇല്ല, അല്ല, അങ്ങനെ അല്ല, അതല്ല എൻ്റെ ശരി. കാരണം അവൻ്റെ ചെറു പ്രായമാണ്. പ്രായത്തിൽ ചെയ്ത് കൂട്ടിയ കുറേ പൊട്ടത്തനങ്ങളും തെണ്ടിത്തനങ്ങളും അവൻ കാട്ടി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ തിരുത്തി കൊണ്ടുവരേണ്ടത് നമ്മളാണ്. കാരണം അവന് ചോദിക്കാനും പറയാൻ ആരുമില്ല, തന്തയില്ല, സ്വന്തം തള്ളയില്ല, ആരും ഈ ഭൂലോകത്തേ ഇല്ല. ചുമ്മാ ഒരു പേരന്റ് ഡമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഏനുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഒരു കുണത്തിലല്ലാത്ത സാധനം. പിന്നെ ആകെ കൂട്ടായിട്ട് അവനുള്ള ഋതപ്പനാണ്. ആ പയ്യനെയും കൂടി അവൻ എങ്ങനെയെങ്കിലും ആ കറുത്ത കരങ്ങളിൽ നിന്നും രക്ഷിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളുടെ കൂടെയും അവളുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരുടെ ജീവിതം തൊലഞ്ഞ് നാറാണത്തായെന്നും കൂട്ടിയാൽ മതി. വൃത്തികെട്ട കുറെ തന്തയും തള്ളയും കുടുംബങ്ങൾ അതെല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എല്ലാത്തിനും അടിച്ച് മടൽ വെട്ടി അടിച്ച് ഓട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. കഴിപ്പണം കെട്ട സാധനങ്ങൾ ഒന്നും പറയാനില്ല. ഈ വായിൽ വല്ലതൊക്കെ വരും. അതിലെ ലാംഗ്വേജ് പിടിയടാ നോക്കടാ എന്ന് പറയുന്ന പലരും പറയാറുണ്ട്. അതുകൊണ്ട് മാത്രം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യുന്ന, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു അച്ഛൻ. അവന്റെ വാക്കുകൾ കേട്ടോ, സത്യം സങ്കടമാണ്. അവൻ പറയുന്നുണ്ടല്ലോ, അവൻ ആർക്കും ഇഷ്ടമല്ല. ഇവൻ ആരുടെ കേസാണ് ഈ പറയുന്നതെന്ന് അറിയാവോ? അതായത് ലാസ്റ്റായിട്ട് ആ നിന്ന സമയത്ത് കോട്ടയം രേണുസുതിയുടെ കുടുംബത്തിൽ നിന്ന സമയത്ത് ആർക്കും ഇഷ്ടമല്ല. അമ്മയെന്ന് പറയുന്ന സാധനം, അതായത് രേണുവിനെയാണ് ഉദ്ദേശിച്ചത്. ഷൂട്ടിന് പോകുന്ന സമയത്ത് താല്പര്യമില്ല, ഇവനെയും കൂടി കൊണ്ടുപോകുന്നതൊന്നും താല്പര്യമില്ല. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും, അത് ഇതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മകനല്ലേ സുധിയുടെ. അപ്പോൾ ചിലവ് പൈസ കയ്യിൽ നിന്ന് പോകും. മറ്റേത് ആ പൈസയും കൂടി അവ കണ്ണാക്കി ഇട്ട് കൊടുക്കാമല്ലോ. പൈസ പ്രാന്തി ആക്രാന്തം പിടിച്ച് കിടക്കുന്ന ശവം. അല്ലാണ്ട് എന്ത് പറയാനേക്ക്, ഇതിനൊക്കെ എന്ത് പറയാനാ? കിച്ചു എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. വായി തോന്നണതെല്ലാം വിളിച്ച് പറയും. ചുമ്മാ വന്നത് നാട്ടുകാരുടെ മുന്നിൽ നാടകം അഭിനയിക്കുന്ന പേട്ട് കിളയും.
തൈക്കളായി കൂടുതൽ ഞാൻ പറഞ്ഞാൽ കൂടി പോടെ. സീരിയസ്ലി ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുക, കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പറ, എൻ്റെ ഓഡിയൻസ് പറ, ഞാൻ മാന്യമായിട്ട് സംസാരിക്കണോ അതോ ഞാൻ പഴയതുപോലെ സംസാരിക്കണോ? എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നു. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവം. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം കിടന്ന് ഉറങ്ങി. ഒക്കെ ഞാൻ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഞാരാ എനിക്ക് അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എനിക്ക് അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ച് എന്തോ അനൂപേട്ട അച്ഛൻ അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്തു. അല്ലാത്തൊരവസ്ഥ അല്ലേ? കേട്ട സമയത്തിന് എന്തോ പോലെയായി സംഭവം. സുധിയുടെ മരണമാണ്, ആക്സിഡൻ്റ് ആ ഒരു സമയമാണ്. അതറിയുന്ന ഒരു മകൻ്റെ അപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് പോകുക അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. അത് കടന്നു പോയവർക്കറിയാം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നോ നമുക്ക് വയ്യാതായെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല. പക്ഷെ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലൊക്കെ പോവും. അവർക്കൊരു അസുഖം വന്നെന്ന് പറഞ്ഞാലേ നമ്മൾ തളരും. അപ്പോൾ ഇവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. സ്വന്തം അപ്പം പോയെന്ന് അറിയുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാവൂടെ? എത്രയൊക്കെ അപ്പനുമായിട്ട് അടിയും വഴക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ പണ്ട് കുത്തിനു പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കഥ വരെ കേട്ടിട്ടുണ്ട്. ഓക്കെ, വോട്ടവർ. പക്ഷെ എന്തൊക്കെ ആയാലും സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ടെന്ന് ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസായിട്ട് അറിയുമ്പോൾ ഒരു മകൻ്റെ അവസ്ഥ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അയ്യോ അവസ്ഥ. ആ ഫോൺ എടുത്ത് എറിഞ്ഞ് എന്തോ അനുവേട്ട പറയുന്നത്, അങ്ങനെ അനുവേണ്ടി ചോദിച്ചാൽ എന്തോ അനുവേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാണ് നടക്കുന്ന ആ ടൈമിൽ ഒന്നും എനിക്ക് അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഞാൻ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കൊണ്ട് അതിനിടയ്ക്കുള്ള ഒരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കൊണ്ട് വെക്കുമ്പം ഇവര് നേരെ ഒരു എനിക്കപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കൊണ്ട് തന്നെടുത്ത് ഇവര് അടിച്ചു പൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാൻ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നതിന്റെ തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലേ? അതുപോട്ടെ, കൂടെ പോയ ടീംസ് അവൻ്റെ അപ്പം മരിച്ചു പോകുന്ന വഴിക്ക് നിനക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഞണ്ണല്ലേ? നിന്റെ കാര്യമല്ലല്ലോ അല്ലേ? നല്ലതാ. എങ്ങനെ സാധിച്ചടാ അത്? എങ്ങനെ സാധിച്ചു? ഇനി അവിടെ മരണത്തിന് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിന്നാനൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കയറി അടിപൊളിയായിട്ട് കഴിച്ചിട്ട് പോവാന്ന്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണിക്കുന്ന സഹതാപവും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂടെ. അതൊക്കെ ഇത്രയേ ഉള്ളൂ. അതൊക്കെ കണ്ടും കേട്ടും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. കിച്ചു, എനിക്ക് നിന്റെ അടുത്ത് അതേ പറയാനുള്ളൂ കേട്ടാ. നേരെ ചെന്ന ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂമിങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാനുണ്ട്, എന്തിനും വിളിക്കും. അങ്ങനെ നിൽക്കാൻ അനുവേട്ടൻ പറ്റുണ്ട. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാർ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അറിയുന്നു. പോവാ ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങിയേക്കുന്നത്. പറഞ്ഞാൽ അത് പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അതിനോട് ഞാൻ കാര്യം എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച്. ഒരു മകന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും സത്യം പറഞ്ഞ വാക്ക് കിട്ടില്ല കേട്ടോ. സീരിയസ്ലി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവന് സങ്കടം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരുമാതിരി ആയിപ്പോയി. പോട്രാ, വിട്ടുകളാ. നീ ഇനി ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.
അതെനിക്ക് പറയാനുള്ളൂ നിന്റെ അടുത്ത്. ബാക്കി പറ, എനിക്കൊന്നും പറയാൻ പറ്റില്ല സത്യം. ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ചാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് ഇതിന്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. മനസ്സിലായ ആണ് ഒരിക്കലും എന്താ പറയണ്ടേന്ന് അറിയില്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ സമയത്ത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതിൽ തെറ്റാൻ ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റായി ഞാൻ മനസ്സിലാക്കി. ഞാനത് മാറ്റിയെടുത്ത് എന്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താനൊക്കെ പറയത്തില്ലേ, അത് ചെയ്യുന്നില്ല. ഇപ്പം മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, നിങ്ങൾ സംസാരിച്ച് നോക്കും, എന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ലൈഫ് ഇതാക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കുട്ടികളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇന്നലെ വന്ന് ഇവിടെ വന്ന് ഓക്കെ ആയി അങ്ങനെ പോകുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഇപ്പൊ ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണോ പറയാനെങ്കിൽ ബ്രോ ഞാൻ എന്തൊക്കെ പറയാം. എനിക്ക് സംസാരിക്കാൻ ഒരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്കൊരു ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. എടാ നീ ഇനി കൂട്ട ലൈഫിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക്. മറ്റവളുടെ കൂടെ ഒന്നും നടക്കില്ല, നിനക്ക് ചീത്തപ്പേരെ കിട്ടത്തുള്ളൂ. ഞാൻ ഉള്ള കാര്യം പറയണ്ട. ആരുടെ? രണാസുനയുടെ. അവളെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ചീത്തപ്പേര് മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടത്തുള്ളൂ. നിനക്ക് ഒരിക്കലും നല്ലൊരു ഇമേജ് കിട്ടത്തില്ല. അത് വെറുതെ പറയുന്ന കേസല്ല കേട്ടോ, സീരിയസ്ലി പറയുക. നിനക്ക് നല്ലൊരു പേര് ജീവിതത്തിൽ കിട്ടത്തില്ല. എന്തിന്? ശ്രുതി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചീത്തപ്പേര് കേട്ടിട്ടില്ല, എന്നാൽ മരിച്ചതിന് ശേഷം ചീത്തപ്പേര് കേട്ടു. എങ്ങനെ? ഇവളൊറ്റ ഒരുത്തി കാരണം. ജീവിച്ചിരിക്കുന്ന നിനക്കും ചീത്തപ്പേരുണ്ടാവും. അതുപോലെയാണ് മറ്റേ കൊച്ചു പയ്യന്. അതിനെയും കൂടി രക്ഷപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി ഈ അപരാധങ്ങളുടെ ഇടയിൽ നിന്ന്. പിന്നെ വീട് നിനക്കും ആ പയ്യനും ഉള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കും ആ പയ്യനും ഉള്ളതാണ്. അടിച്ചിറക്കല്ല അതിനെ മടൽ വെട്ടി അടിച്ചിറക്കിയിട്ട് നിങ്ങൾ താമസിക്കാൻ നോക്കുക. എനിക്കതേ പറയാനുള്ളൂ. വല്ലാത്തൊരവസ്ഥ. എനിക്ക് സത്യം പറയല്ല, കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ അപ്പൻ അവനെ നഷ്ടപ്പെട്ടു. തിരിഞ്ഞു നോക്കാൻ അവൻ്റെ അമ്മയില്ല, അപ്പനുമില്ല, ആരുമില്ല. സ്വന്തം ബന്ധം ഒന്നും അവനില്ല, ആരുമില്ല. അത് തന്നെയാണ് എൻ്റെ സത്യാവസ്ഥ. അവിടെ ശ്രുതി നിലയത്തിൽ വന്ന് നിന്ന് അവിടെ നിന്ന് അവന് ആട്ടും തുപ്പും മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ പയ്യൻ കടന്നു പോകുന്നത്. നമ്മളിനി ഒന്നും പറയാതിരിക്കുക എന്ന് പറയുന്നതിൽ ഞാനൊരു കാര്യം പറയാനിച്ചു. നീ വന്ന് വായിത്തോന്നി വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാർ വീണ്ടും എടുത്ത് പഞ്ഞിക്കിടും. ഞാനായാലും എടുത്ത് പഞ്ഞിക്കിടും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. സത്യം, അന്ന് നീ ആവശ്യമില്ലാതെ തന്നെ എന്നെ കയറി ചൊറിഞ്ഞത് നിന്റെ 2 വേട്ടവാളെയും കൂട്ടുകാരന്മാരെ ഇരുത്തിക്കൊണ്ട്. അതാണ് നിനക്ക് വലിയ അടിയായത്. എൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. സത്യം പറയാല്ല രണാസുന, നിന്റെ അടുത്ത് വീണ്ടും വീണ്ടും പുച്ഛം. വേറെ ഒന്നും നിന്റെ അടുത്ത് എനിക്കില്ല. കട്ട ദേഷ്യവും പുച്ഛവും മാത്രമേ ഉള്ളൂ. അയ്യോ, കാറ് തുപ്പാന്ന് തോന്നുന്നു. പുതിയൊരു വീഡിയോ കിട്ടണം. ബൈ.